എടാ നമ്മൾ ശരിക്കും നമ്മുടെ പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടറിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഇവിടെ പോസിറ്റീവ് അയോൺസും ഇവിടെ നമ്മുടെ നെഗറ്റീവ് അയോൺസും ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ എൻ റീജിയൻ, ഇത് നമ്മുടെ പി റീജിയൻ. ഇത് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗറാണ്. നമ്മൾ ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ബയാസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ സെപ്പറേറ്റ്, ഇവിടെ എൻ ഇവിടെ പി, ഇവിടെ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെ നമ്മുടെ വാലൻസ് ബാൻഡ് വരച്ച് കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിന് അടുത്തായിട്ടായിരിക്കും ആര് കിടക്കുന്നത്? ഫെർമി ലെവൽ കിടക്കുന്നത്. അതേപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്കിന് ഇവിടെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡും ഇവിടെ നമ്മുടെ വാലൻസ് ബാൻഡും ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിന് നേരെ ആയിരിക്കും എന്ത് കിടക്കുന്നത്? നമ്മുടെ ഫെർമി ലെവൽ കിടക്കുന്നത്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെടുക്കും എന്നറിയാവോ? ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരാനായിട്ട് നോക്കും. അവരെങ്ങനെ വരും? വേണ്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കുക? ഫെർമി ലെവൽ വരയ്ക്കുക. വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം രണ്ട് പേരായിട്ട് കിടന്നിരുന്നതൊക്കെ കൂടെ അടുത്ത് വന്നു. അപ്പോൾ ഈ പി റീജിയനിൽ വരുമ്പോഴത്തേക്കിന് ഫെർമി ലെവലിൻ്റെ അടുത്ത് ആരാ ഉള്ളത്? വാലൻസ് ബാൻഡ്. വേണ്ട, ഇത്രയും റീജിയൻ ഇങ്ങനെ കൂടെ വരച്ചേക്കാം, എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇതിന് നേരെ ആര് വരും? വാലൻസ് ബാൻഡ് വരും. അതേപോലെ തന്നെ എൻ റീജിയനിൽ ഇതിൻ്റെ നേർക്ക് ആരാ വരുന്നത്? കണ്ടക്ഷൻ ബാൻഡാണ് വരുന്നത്. കണ്ടോ, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് വന്നു. ഇത് നമ്മുടെ ഫെർമി ലെവൽ. ഇവിടെ നമ്മുടെ വാലൻസ് ബാൻഡും വന്നു. ഇവിടെ നമ്മുടെ ആരും വന്നു? കണ്ടക്ഷൻ ബാൻഡും വന്നു. ആണേ, മനസ്സിലായേ? അപ്പം ഇവിടുന്ന് ഇത്രയും ദൂരോട്ട് മാറിയായിരിക്കുമല്ലോ ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡ്. അതുപോലെ ഇതും ഇച്ചിരി ദൂരോട്ട് മാറി ഇതിൻ്റെ വാലൻസ് ബാൻഡ് വന്നു. ഇതിൻ്റെ വാലൻസ് ബാൻഡ്, ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡ്. അടുത്ത് കിടക്കുന്ന ഏതാണെന്ന് നോക്കുക. മറ്റേതിനെ ആ വരച്ചേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ദൂരോട്ട് നീക്കി വരയ്ക്കുക. എന്നിട്ടിനി ഇവരെ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പം ഇവർക്ക് ഡിഫ്യൂസ് ചെയ്യണമെങ്കിലൊന്ന് നോക്കിക്കേ. ഈ സൈഡിലെ ഇലക്ട്രോൺസിന് പി സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? ഇത്രയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് QV0. ഈ QV0 എന്ന് പറയുന്നത് ചാർജാണ്. ഇലക്ട്രോണിന് ഈ QV0 ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ലോവർ ലെവലിൽ നിന്ന് മാറി ഹയർ ലെവലിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഈ ലോവർ ലെവലിൽ നിന്ന് കയറി ഹയർ ലെവലിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. തിരിച്ചും ഹോൾസിനും അത്ര എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് ചാടാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് എന്ത്? ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോഴുള്ള കണ്ടീഷൻ. അപ്പം നമുക്ക് ഇലക്ട്രോൺസ് ചാർജായിട്ട് ബയാസ് കൊടുക്കുമ്പോൾ ചാർജായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ട് തുടങ്ങും. ഇനി റിവേഴ്സ് ബയാസിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? റിവേഴ്സ് ബയാസിൽ ഇത് തന്നെ. ഇവിടെ എൻ, ഇവിടെ പി എൻ. ഇത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ആണെന്ന് വെച്ചോ. ഇവിടെ എൻ, ഇവിടെ പി. മറ്റേ സെയിം പോലെ തന്നെ വരും. ഇവിടെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൻ്റെ നേരെയായിട്ട് എൻ ടൈപ്പിൽ ഫെർമി ലെവൽ വരും. ഇവിടെ നമ്മുടെ വാലൻസ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വാലൻസ് ബാൻഡിന് നേരെയായിട്ടും വരും. റിവേഴ്സ് ബയാസ് വരുന്ന സമയത്ത് നമ്മുടെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് കുറവാണ്, QV0 ഉള്ളൂ. അതേസമയം റിവേഴ്സ് ബയാസ് കൊടുക്കുന്ന ടൈമിൽ ഡിപ്ലീഷൻ റീജിയനിൻ്റെ വിഡ്ത്ത് കൂടും. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുമ്പം അതിന് എനർജിയും കൂടുതൽ വേണ്ടി വരും. ഇവിടെ നമ്മൾ ഫെർമി ലെവൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ വേണ്ടേ ഇങ്ങനെ വരും. അത്യാവശ്യം നല്ല സെയിം കൺസെപ്റ്റ് സെയിം തന്നെ, പക്ഷെ നല്ല ദൂരത്തിലായിരിക്കും മറ്റേ സാധനം ഓപ്പോസിറ്റുള്ള ഈ സൈഡിലെ കണ്ടക്ഷൻ ബാൻഡും ഈ സൈഡിലെ വാലൻസ് ബാൻഡും വരുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ വരും. അതായത് ഏറെക്കുറെ വേണ്ടേ ഇത്രയും ഡിസ്റ്റൻസ് പ്രാക്ടിക്കലി പറയുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസ് വരും. ഇവിടെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് വരുവാണെങ്കിൽ, കാരണം മറ്റേതിൻ്റെ അത്രയും അടുത്തായിട്ടല്ല നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് സ്ഥിതി ചെയ്യുന്നത്. വരയ്ക്കുന്ന കൺസെപ്റ്റ് സെയിം തന്നെ. അപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റൻസിൻ്റെ പേരാണ് QV0 + VR. മറ്റേ ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇലക്ട്രോൺസിന് QV0 എന്ന് പറയുന്ന ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ജമ്പ് ചെയ്ത് വേറെ ഹയർ ലെവലിലോട്ട് പോകുമായിരുന്നു. റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചാർജ് ഇൻക്രീസ് ടു Q × V0 + VR എന്ന് പറയുന്ന ചാർജ് നമ്മുടെ ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പുറത്തോട്ട് ചാടാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതാണ് നമ്മുടെ ഈ ഫോർവേഡ് ബയാസിൻ്റെ റിവേഴ്സ് ബയാസിൻ്റെയും കൂടെ വ്യത്യാസം. ചാർജ് ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് മോർ ആയിരിക്കും ഇവിടെ. ഓക്കെ.